ഡബിൾ സെഞ്ചുറി തികയ്ക്കുമോ എൻഡിഎ ബീഹാറിൽ എന്നതാണ്. 197 സീറ്റിൽ എത്തി നിൽക്കുകയാണ്. അത് ഡബിൾ സെഞ്ചുറിയിലേക്ക് എത്തിക്കുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. 200 സീറ്റിലേക്ക് എൻഡിഎയുടെ ലീഡ് എത്തുമോ എന്നത്. മഹാഗഠബന്ധൻ 41ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 41 എന്ന നിലയിലേക്ക് മഹാഗഠബന്ധൻ എത്തുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാകുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന്റെ നില 5-ൽ നിന്ന് താഴേക്ക് പോവുകയാണ് എങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കും. ഇപ്പോൾ കോൺഗ്രസ് വെറും 4 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം 6ലേക്ക് ചുരുങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ നിലയിൽ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ. അതായത് എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം എൻഡിഎ 200ലേക്ക് എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡേറ്റകൾ അത് പങ്കുവയ്ക്കാം പ്രേക്ഷകരുമായി. അങ്ങനെ എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം നമുക്ക് മാജിക് ബാളിന്റെ സഹായത്തോടു കൂടി തന്നെ ആ ഡേറ്റകളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് രേണുക ശ്രദ്ധിക്കേണ്ടത്. അതായത് മാജിക് ബോളുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 198 എന്നത് രേണുക സൂചിപ്പിക്കുന്ന പോലെ തന്നെ 198 എന്നത് ഒരു വലിയ മാർജിനിലേക്ക് 2-2, അതായത് കേവലം 2-2 സീറ്റുകളിൽ ഇനി വിജയിക്കാൻ സാധിച്ചാൽ ആണ് ആ മാന്ത്രിക നമ്പറിലേക്ക് എത്താൻ പോകുന്നു എന്നതുള്ളതാണ്. ഇതാ എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം 198 സീറ്റുകൾ ഇപ്പോൾ എൻഡിഎ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എടുത്തു പറയേണ്ടത് 243 സീറ്റുകൾ 243 സീറ്റുകൾ ഉള്ള ബീഹാറിൽ 200ലേക്ക് എടുക്കുന്നു. കേവലം 2 സീറ്റുകൾ കൂടി ലഭിച്ചാൽ 2 സീറ്റുകൾ കൂടി ലഭിച്ചാൽ ഇതാ അവിടെ എൻഡിഎ സഖ്യം 200 എന്ന ഒരു മാജിക് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കൗണ്ടിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2020 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൻഡിഎക്ക് 77 സീറ്റുകൾ അധികമായി അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനം നോക്കൂ. അവർ 40 സീറ്റുകളിലേക്ക് ചുരുങ്ങി നിൽക്കുന്നു. 40 സീറ്റുകൾ എന്നത് 74 സീറ്റുകളുടെ നഷ്ടം. ജെഡിയു ആകെ നേടിയ സീറ്റുകൾ മൊത്തം നഷ്ടപ്പെടുന്ന നിലയുണ്ട്. 74 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. യെസ്, അതായത് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജെഡിയു സഖ്യത്തിന്റെ കുതിപ്പിൽ ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് RJDയെ സംബന്ധിച്ചിടത്തോളം. ആ ഡേറ്റകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. അതിനു മുമ്പ് എങ്ങനെയാണ് എൻഡിഎ സഖ്യം ഇത്രയും വലിയ കുതിപ്പ് നടത്തിയത്? അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇനി പങ്കുവെക്കാൻ പോകുന്നത്. ന്യൂസ് 18 കേരളത്തിന്റെ അല്ലെങ്കിൽ ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ ഏറ്റവും ആധികാരികമായ ഡേറ്റകൾ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത് ഈ മാജിക് ബോൾ തന്നെയാണ്. ഇതിലെ ഡേറ്റകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റ് ടെലിവിഷൻ ചാനലുകൾക്ക് ഒന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഏറ്റവും ആധികാരികമായ ഡേറ്റയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അവിടെ എൻഡിഎ സഖ്യത്തിന്റെ 2020 പ്രകടനവുമായി നമുക്ക് താരതമ്യം ചെയ്യാം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് BJP ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ BJP നേടിയിട്ടുള്ളത് 89 സീറ്റുകൾ എന്നതാണ്. അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74 സീറ്റുകൾ ആയിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. 75 സീറ്റുകളായിരുന്നു RJDക്ക് ലഭിച്ചിരുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ RJDയേക്കാൾ 1 സീറ്റിന്റെ കുറവ് മാത്രമാണ് 2020 BJPക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ BJP ആ നില മെച്ചപ്പെടുത്തുന്നു. 15 സീറ്റുകൾ BJP ഇപ്പോൾ അധികമായി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 2020 ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷി 2025 എത്തുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നത് 15 സീറ്റുകൾ അധികം നേടിക്കൊണ്ടാണ് എന്നതാണ്. അതേസമയം ജെഡിയുവിന്റെ പ്രകടനം വിലയിരുത്തുക. 43 സീറ്റുകളായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ ജെഡിയുവിന് ലഭിച്ചത്. അവിടെയും വലിയ മുന്നേറ്റമാണ് ജെഡിയു നടത്തുന്നത്. 35 സീറ്റുകളാണ് ജെഡിയു അധികമായി നേടുന്നത്. അവിടെ ഈ താരതമ്യം പ്രേക്ഷകർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2025 എത്തുമ്പോൾ ആരാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി? അതിനുത്തരം ഒരു സംശയവും വേണ്ട, അത്
JDU തന്നെയാണ്. കാരണം 35 സീറ്റുകൾ ആണ് JDU അധികമായി നേടിയിട്ടുള്ളത് എന്നതാണ്. 101 സീറ്റുകളിൽ JDU മത്സരിച്ചത് 101 സീറ്റുകളിൽ, BJP മത്സരിച്ചത് 101 സീറ്റുകളിൽ. ഈ 101 സീറ്റുകളിൽ BJP 89ലേക്ക് എത്തിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ ഓർക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 74 സീറ്റുകൾ BJPക്കുണ്ടായിരുന്നു. അപ്പോൾ BJP നില മെച്ചപ്പെടുത്തിയത് 15 സീറ്റുകളിലാണ്. അതേസമയം JDU ആകട്ടെ 35 സീറ്റുകളിൽ നില മെച്ചപ്പെടുത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി പരിശോധിക്കേണ്ടത് LJPയുടെ പ്രകടനമാണ്. ഞാൻ പലപ്പോഴായി സൂചിപ്പിച്ചു, 2020 തെരഞ്ഞെടുപ്പിൽ NDAയിൽ നിന്ന് പിണങ്ങിപ്പോയ പാർട്ടിയാണ് LJP. ചിരാഗ് പാസ്വാൻ അവിടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് JDUവിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പിൽ JDU 43ലേക്ക് ചുരുങ്ങാൻ കാരണം ഈ LJP JDUവിന് എതിരെ അവിടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എന്നതുകൊണ്ടാണ്. അങ്ങനെ പല സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്തവണ ചിരാഗ് പാസ്വാനെ ഒപ്പം നിർത്തി മുന്നണിയുടെ ഭാഗമാക്കി NDA തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത്. അവിടെ ഇതാ വലിയ നേട്ടം കൈവരിച്ച രണ്ടാമത്തെ പാർട്ടിയായി മാറുന്നത് LJP ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 22 സീറ്റുകൾ എന്നതാണ് ഇപ്പോൾ LJPയുടെ നില. കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനി കണക്കാക്കാൻ പോകുന്നത് 2025 തെരഞ്ഞെടുപ്പിൽ ആർക്ക് ലോട്ടറി അടിച്ചു എന്നുള്ളതാണ്. ആ ലോട്ടറിയിൽ ബമ്പർ ലോട്ടറി അടിച്ചത് ഒരു സംശയവും വേണ്ട JDUവിന് തന്നെയാണ്. 35 സീറ്റുകൾ അധികമായി നേടിയിരിക്കുന്നു. 22 സീറ്റുകൾ അധികമായി നേടിയത് LJPയാണ്. BJP ആകട്ടെ 15ഇടത്തും വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് NDAയുടെ കണക്കുകൾ. ബീഹാറിന്റെ റിയൽ ഹീറോ നിതീഷാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 190 എന്ന നിലയിൽ NDA അവരുടെ ലീഡ് നില തുടരുകയാണ്. BJP 89 സീറ്റിലെ ലീഡുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ അടിപതറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മുന്നണിക്കുണ്ടായിരുന്ന അത്രയും തന്നെ സീറ്റ് നഷ്ടം ഇത്തവണ ഈ പ്രതിപക്ഷത്തിനുണ്ടായിരിക്കുകയാണ്. RJDക്ക് 31ലേക്ക് ചുരുങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കോൺഗ്രസ് വെറും 4 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. കോൺഗ്രസിന് ഇപ്പോൾ ലീഡ് ഉള്ളത് വെറും 4 സീറ്റിലാണ്. 60-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ആണ് ഈ രീതിയിൽ നിലംപരിശായിരിക്കുന്നത് എന്നതുകൂടി കാണാം. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രാഘോപൂരിൽ വീണ്ടും തേജസ്വി യാദവ് പിന്നിൽ പോയ സാഹചര്യമുണ്ട്. വലിയ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് ഫല സൂചനകളാണ് ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വോട്ടെടുപ്പ് തുടങ്ങി ഏതാണ്ട് 4.25 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇനി ഇതിലൊരു മാറ്റവും ഉണ്ടാകുന്ന യാതൊരു സാഹചര്യവും ഇല്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, നോക്കൂ, എന്താണ് ബീഹാറിൽ സംഭവിച്ചത്? പ്രതിപക്ഷം പോലും ഒരു ദുസ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല ഇത്ര വലിയ തിരിച്ചടി അവിടെ സംഭവിക്കുമെന്ന്. തനിക്ക് തന്നെ പിന്നിൽ പോകേണ്ടി വരും എന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് തേജസ്വി, രാഘോപൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ പിന്നിൽ പോകേണ്ടി വരുമെന്ന് തേജസ്വി വിശ്വസിച്ചിട്ടുണ്ടാവില്ല. യാദവർ ഒഴികെയുള്ള എല്ലാ വിഭാഗവും മഹാഗഠബന്ധനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? യെസ്, തീർച്ചയായും രേണുക, ഇതാ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഒരു കൈപ്പത്തിയുടെ ചിഹ്നം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ ആക്ഷേപിക്കുകയല്ല, അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുകയല്ല. കൈപ്പത്തിയിലുള്ളത് 5 വിരലുകളാണ് എങ്കിൽ ഇപ്പോഴിതാ ബീഹാറിൽ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ 5 വിരലുകൾ മാത്രമാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കാനുള്ളൂ. 5 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ. അത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാറി മറിഞ്ഞേക്കാം. അത്രമേൽ വലിയ പതനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആർക്കാണ് ലോട്ടറി അടിച്ചത് എന്ന്. അത് JDUവിന് എങ്കിൽ മറിച്ച് ആർക്കാണ് തിരിച്ചടി നേരിട്ടത്? ഒരു തർക്കവും വേണ്ട, കോൺഗ്രസിനാണ്. കോൺഗ്രസ് തകരുകയല്ല, തകർന്നടിയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു ആരോപണം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. അത് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു വേദിയിൽ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടത് എന്നത് വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അത് പിന്നീട് ഒരു കൊടുങ്കാറ്റായി മാറുന്നത് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷന് ഇടപെടേണ്ടതായി വന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് രാജ്യം കടന്നത്. അങ്ങനെ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമാണ് ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അവിടെയാണ് കോൺഗ്രസിന് 5 സീറ്റുകളിലേക്ക് ഇപ്പോൾ ഒതുങ്ങേണ്ടതായി വരുന്നത്. അവരുടെ കൈപ്പത്തി ചിഹ്നം പോലെ ആയി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് രേണുക എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നില എന്തായിരുന്നു എന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായി വരുന്നുണ്ട്. അതായത് 19 സീറ്റുകളിൽ വിജയിച്ചു നിന്നിരുന്ന കോൺഗ്രസ്
ഇപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് എത്തി എന്ന് നോക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിന്റെ മഹാഗഡ്ബന്ധിന്റെ തകർച്ച കൂടിയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. 2020 പ്രകടനം ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സഖ്യത്തിന് അധികാരത്തിലേറാൻ സാധിക്കുമായിരുന്നു, അത് കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അന്നും പരാജയപ്പെട്ടു എന്നതാണ് ആ മുന്നണിക്കുണ്ടായ വലിയ തകർച്ചയെങ്കിൽ ഇനി തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത്. ഞാൻ ആവർത്തിക്കുന്നു, 1990 വരെ ബീഹാറിന്റെ അധികാര രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അതിനുശേഷം കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അവിടെ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയെ പോലെയുള്ളവരെ അവരോധിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ശക്തി എന്ത് എന്ന് കോൺഗ്രസിന് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവിടെയാണ് രേണുക ഈ തരത്തിൽ അതിദയനീയമായ ഒരു പതനം. ഇതാ നോക്കൂ, ഇവിടെ ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് തകർന്നടിഞ്ഞത്. 2020 തെരഞ്ഞെടുപ്പും 2025 തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് കോൺഗ്രസിന്റെ പതനം എത്രത്തോളം വലുത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ ആയിരുന്നു കോൺഗ്രസ് വിജയിച്ചിരുന്നത്. 19 സീറ്റുകളിൽ വിജയിച്ചിരുന്ന കോൺഗ്രസിന് ഇത്തവണ 15 സീറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. 15 സീറ്റുകൾ നഷ്ടമായി 4 സീറ്റുകളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ചുരുങ്ങിപ്പോകുന്നു. 2 അക്കം പോലും കടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന അതിദയനീയമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല, ഇതാ നോക്കൂ, CPIML ആണ് ബീഹാറിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം. കേരളത്തിൽ CPIM ആണെങ്കിൽ അവിടെ CPIML ആണ് ഏറ്റവും ശക്തർ. അത് കഴിഞ്ഞാൽ CPI ആണ്, പിന്നീട് CPM ആണ്. ഇവിടെ ഇതാ CPIMLനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത് എങ്കിൽ പോലും 5 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ആ 5നേക്കാൾ താഴെ പോകുന്നു കോൺഗ്രസ് ഈ ഘട്ടത്തിൽ 4 സീറ്റുകളിൽ എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഒരു പ്രചാരണവും ഫലിച്ചില്ല. അന്തിമ ഫലമല്ല, 4എങ്കിലും കോൺഗ്രസ് നിലനിർത്തുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇതൊരു ലീഡ് നില മാത്രമാണ്. 4ലും ചുരുങ്ങുമോ കോൺഗ്രസ് എന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ലീഡ് നില മാത്രമാണ്. എന്തായാലും 5ആം മണിക്കൂറിലേക്ക് എത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് എന്ന കാര്യം നമ്മൾ കാണണം. ഇത് ഒരു കൃത്യമായ ഫല സൂചന തന്നെയായി നമ്മൾ ഇപ്പോൾ എടുക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നിതീഷാണ് അവിടുത്തെ റിയൽ ഹീറോ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ചിരാഗ് പാസ്വാൻ ആണ് എന്ന കാര്യം നമ്മൾ പറയാതെ പോകാൻ പാടില്ല. കാരണം ചിരാഗ് പാസ്വാൻ 75% സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് 29 സീറ്റ് ചിരാഗ് പാസ്വാൻ നൽകുമ്പോൾ അത് കുറെ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ചിരാഗ് പാസ്വാൻ അതിൽ 22 സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ അത് വലിയ നേട്ടമായി മാറുന്നുണ്ട്. ബീഹാറിന്റെ ഭാവി നിശ്ചയിക്കുന്ന തരത്തിലുള്ളൊരു തന്ത്രപ്രധാന ശക്തിയായി ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ 22 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അതിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നിതീഷ് കുമാറിനേക്കാൾ കൂടുതലാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ചിരാഗ് പാസ്വാൻ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. പക്ഷേ രേണുക, ഒരു തർക്കവും വേണ്ട, ബീഹാറിൽ അങ്കിൾ തുടരുക തന്നെ ചെയ്യും. അതെങ്ങനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ, NDAയ്ക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ എവിടെയാണ് നിതീഷ് കുമാർ? അങ്കിളിനെ കാണാനില്ലല്ലോ എന്ന തരത്തിലുള്ള വിമർശനമായിരുന്നു തേജസ്വി യാദവ് ഉയർത്തിക്കൊണ്ടേ ഇരുന്നത്. അതൊരു പരിധിവരെയെങ്കിലും ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും. കാരണം മാധ്യമങ്ങളിൽ പോലും നിതീഷ് കുമാർ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. പൊതുവേദികളിലടക്കം നിതീഷ് കുമാറിനെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പാർട്ടി വേദികളിൽ നിന്നും നിതീഷ് കുമാർ മാറി നിൽക്കുന്നു. അത് നിതീഷ് കുമാറിന്റെ പ്രായാധിക്യം മൂലമാണ്. നിതീഷ് കുമാറിന് ഇനി ആരോഗ്യമില്ല എന്ന തരത്തിലായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കാണ് നിതീഷ് കുമാർ എന്ന ക്യാപ്റ്റന്റെ വരവുണ്ടായത്. ആ ക്യാപ്റ്റൻ വന്നപ്പോഴേ ചോദിച്ചത് നിങ്ങൾക്കറിയാമല്ലോ എന്ന പ്രയോഗമായിരുന്നു. നിങ്ങൾക്ക് എന്തറിയാമല്ലോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ആണ് ഇപ്പോൾ ബീഹാറിലെ ജനത നൽകിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 5 വർഷമായി ഇപ്പോൾ നിതീഷ് കുമാർ അധികാരത്തിലിരിക്കുന്നുവെങ്കിൽ 20 വർഷമായി നിതീഷ് കുമാർ അധികാരത്തിൽ തുടരുകയാണ് ഏതെങ്കിലും സഖ്യത്തിനോട് ഒപ്പം ചേർന്നുകൊണ്ട്. സ്വാഭാവികമാണല്ലോ രേണുക അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക. നിതീഷ് എന്ന നേതാവിനെ മടുക്കുകയെങ്കിലും ചെയ്യുമല്ലോ എന്ന ഒരു പൊതുചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഒട്ടും മടുത്തിട്ടില്ല നിതീഷ് കുമാറിനെ എന്ന് ഈ വോട്ടെടുപ്പിൽ തെളിയിക്കുകയാണ് ബീഹാറിലെ ജനത. അതുമാത്രവുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RJDയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ നിതീഷ് വിജയിക്കുകയാണെങ്കിൽ, JDU വിജയിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള വിപ്ലവത്തിന് വഴിയൊരുക്കും ബീഹാർ. അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകും. അത് ശ്രീലങ്കയിലേതുപോലെയാകാം, അത് നേപ്പാളിലേതുപോലെയാകാം, അത് ഒരുപക്ഷെ ബംഗ്ലാദേശിലേതുപോലെയാകാം. ഒരു ജൻസി കലാപത്തിന് വഴിയൊരുങ്ങുകയാണ് ബീഹാർ എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്തവൈബുള്ള അതേ നിതീഷ് കുമാർ ഇതാ വിജയിച്ചു കയറുന്നു. അത് ജൻസി കുട്ടികൾക്ക് മാത്രമല്ല, അവിടുത്തെ സ്ത്രീകൾക്ക് അടക്കം നിതീഷ് കുമാറാണ് പ്രിയങ്കരൻ എന്നതുകൊണ്ട് തന്നെയാണ്. അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് താരതമ്യം ചെയ്യുമ്പോൾ 10%-ലധികം സ്ത്രീ വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് 121 സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒന്നാം ഘട്ടത്തിൽ 64% മുകളിലേക്ക് പോളിംഗ് എത്തിയത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് 67% മാറി. ലക്ഷക്കണക്കിന് സ്ത്രീ വോട്ടർമാർ അധികമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവർ തുണച്ചത് നിതീഷ് കുമാറിനെയാണ്. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാമല്ലോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കറിയാം എന്ന് തന്നെ വളരെ കൃത്യമായി നിതീഷ് കുമാറിന് മറുപടി നൽകിയിരിക്കുന്നു ബീഹാറിന്റെ ജനത. അതെന്തൊക്കെ എന്നതാണ്? മദ്യനിരോധനം. നമുക്കറിയാം, പലപ്പോഴായി ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ബീഹാറിൽ വിഷമദ്യ ദുരന്തം എന്നത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. അതിന് അന്ത്യം കുറിക്കുന്നു. അത് മദ്യനിരോധനത്തിലൂടെയാണ് അന്ത്യം കുറിച്ചത്. അങ്ങനെ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ തന്നെ ബീഹാറിലെ